Fear always restricts our growth in faith. ഭയം എപ്പോഴും നമ്മുടെ ആത്മീക വളർച്ചയെ തടയുന്നതാണ്. Fear always restricts our destination. അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തുന്നതിനെയും നമ്മുടെ ഭയം തടയുന്നുണ്ട്. Fear debacles our growth. ഭയം നമ്മുടെ വളർച്ചയെ ബാധിക്കുന്നുണ്ട്. And fear also destroys our commitment. മാത്രമല്ല നമ്മുടെ പ്രതിബദ്ധതയെയും ഭയം നശിപ്പിക്കുന്നു. Fear is never taken a positive emotions by any human being. ഭയം എന്ന് പറയുന്നത് നമുക്ക് നല്ല ഒരു വികാരമായിട്ട് കരുതാനായിട്ടാവില്ല. So should we say that this is an emotion which is not created by God? നമുക്ക് ഈ ഭയം എന്ന് പറയുന്ന ആ വികാരം ദൈവം സൃഷ്ടിച്ചതല്ല എന്ന് പറയാൻ പറ്റുമോ? No, it is not. No, അല്ല. Fear also has been created by God as all other emotions. നമ്മുടെ മറ്റെല്ലാ വികാരങ്ങൾ പോലെ തന്നെ ഭയവും ദൈവം തന്നെ സൃഷ്ടിച്ചതാണ്. But how did this fear go or take other side of negativity? അങ്ങനെയാണെങ്കിൽ ഭയം എങ്ങനെ സൃഷ്ടിപരമല്ലാത്ത ഒരു വികാരമായി മാറി? I'll give you a small example on this. ഇതിന് ഒരു ചെറിയ ഉദാഹരണം നൽകട്ടെ. For example, let me just take in this way. We are remember, just imagine that we all are in a apartment somewhere around the 15th or 20th floor. നമ്മളെല്ലാവരും ഒരു അപ്പാർട്ട്മെന്റിന്റെ 20ാമത്തെ നിലയിൽ എവിടെയെങ്കിലും ആണെന്ന് ചിന്തിക്കുക. And all of a sudden you come across with the news that there is a fire in one part of the building. ആ ബിൽഡിങ്ങിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു തീപിടുത്തം ഉണ്ടായെന്നും വിചാരിക്കുക. The first emotion which comes in us is fear. ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ആ വികാരം തന്നെ ഭയമായിരിക്കും. Basically that is what God intended us to have. That means we should get ourselves out from that dangerous zone in order to save us. ആ അപകടകരമായ സ്ഥലത്തു നിന്ന് നമ്മളെ തന്നെ രക്ഷിക്കണം എന്നുള്ള ചിന്തയായിരിക്കും നമ്മളെ ഭരിക്കുന്നത്. So fear is something which always keeps us alert or keeps us in action, which has been created by God. വാസ്തവത്തില് ഭയം നമ്മളെ എപ്പോഴും വളരെ ശ്രദ്ധാലുക്കളായിരിക്കാനായിട്ട് മാത്രമല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു വികാരമായിട്ട് ദൈവം സൃഷ്ടിച്ചതാണ്. But because of the sin, this fear has taken other side of the sin. എന്നാൽ പാപം കൊണ്ട് മാത്രമാണ് ഈ ഭയം എന്നുള്ള വികാരം മറ്റ് സൃഷ്ടിപരമല്ലാത്ത രീതിയിലായി തീർന്നത്. The fear which was created for saving us, for bringing us into action, now has taken other turn. ഈ നമ്മള് ശ്രദ്ധാലുക്കളായിരിക്കാനും അതുപോലെ തന്നെ രക്ഷപ്പെടാനുള്ള നടപടികൾ സ്വീകരിക്കാനുമായിട്ടൊക്കെ ദൈവം തന്ന അനുഗ്രഹീതമായ ഭയം എന്ന് പറയുന്ന ആ വികാരം ഇപ്പോൾ മറ്റ് രീതികളിലായി മാറിയിരിക്കുന്നു. How has that gone into that corruption? അത് എങ്ങനെയാണ് ആ അവസ്ഥയിലേക്കായി തീർന്നത്? Now the fear has entered in all the faculties of our emotions. നമ്മുടെ ചിന്തയുമായി ബന്ധപ്പെട്ട വികാരവുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളെയും ഭയം ഇപ്പോൾ ബാധിക്കുന്നുണ്ട്. Because it has been corrupt now. കാരണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ എല്ലാ വികാരത്തിന്റെ ഭാഗങ്ങളും പാപത്താൽ ബാധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. I fear for tomorrow. ഞാൻ നാളെ കുറിച്ച് ഭയപ്പെടുന്നു. I fear for my relationship. എന്റെ ബന്ധങ്ങളെ കുറിച്ച് ഞാൻ ഭയപ്പെടുന്നു. I fear for my careers. എന്റെ തൊഴിലിനെ സംബന്ധിച്ച് പലപ്പോഴും ഞാൻ ഭയചകിതനാണ്. I am always fearful for my health. എന്റെ ആരോഗ്യത്തെ കുറിച്ച് പലപ്പോഴും ഞാൻ ഭയാശങ്കയുള്ള ആളാണ്. So the issue is that I have been given this emotion called fear, and because of the corruption of the sin, this fear has taken
turn into all the areas of my faculties and emotions. പാപത്താല് നമ്മളിലുണ്ടായ ആ വ്യതിയാനങ്ങള്, ആ കുഴപ്പങ്ങള് നിമിത്തം ഭയം ഇപ്പൊ നമ്മളുടെ എല്ലാ ചിന്തകളെയും നമ്മുടെ എല്ലാ വികാരങ്ങളെയും ബാധിക്കുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. So my fear is precisely into 4 areas. സാധാരണഗതിയിൽ നമ്മുടെ ഭയം 4 മേഖലകളെയാണ് ബാധിക്കുന്നത്. And that is something which we are going to study in our series these couple of weeks. ഈ വചന പഠന പരമ്പരയിൽ നമ്മൾ ഇനിയും വരുന്ന ക്ലാസ്സുകളിൽ ഈ കാര്യത്തെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. The fear of uncertainty. അനിശ്ചിതത്വത്തെ കുറിച്ചുള്ള ഭയം. Fear of insecurity. അതുപോലെ തന്നെ സെക്യൂരിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ സ്ഥിരതയില്ലാത്തതിനെ കുറിച്ചുള്ള ഭയം. Fear of rejection. Pardon? Rejection. Fear of rejection. എന്നെ തള്ളിക്കളയുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഭയം. And fear of enemy. അതുപോലെ ശത്രു ഭയം. So these are certain 4 fear we are going to deal in this series. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ 4 തരം ഭയങ്ങളെ കുറിച്ചാണ് ഈ വചന പഠന പരമ്പരയിൽ. And I was very surprised of reading Psalms 23 on the topic of this fear. ഈ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് സങ്കീർത്തനം 23 ആണ് അടിസ്ഥാനമായിട്ട് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. I know there have been lot of spiritual giants who have treated this psalm in their best possible way. ഇതിന്റെ ഏറ്റവും മനോഹരമായ രീതിയിൽ ആത്മീക മല്ലന്മാര് ഈ സങ്കീർത്തനത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. And even in our church we have Ebi Chan who has dwelt almost 2 years back from the same psalm. ഇതേ സങ്കീർത്തനത്തിൽ നിന്ന് 2 വർഷം മുമ്പേ എബി ജോൺസൺ സഹോദരന് നമ്മളെ പഠിപ്പിച്ചതാണ്. And some months back even Uncle Koshi Matthew has taken some classes on Psalm 23 which was so blessed. മാത്രമല്ല വളരെ അനുഗ്രഹീതമായ രീതിയിൽ സഹോദരൻ കോശി മാത്യു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് 23-ാം സങ്കീർത്തനം നമ്മളെ പഠിപ്പിച്ചതാണ്. So I know you all will be fresh with this studies and you will be having immense learning from this psalm. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ആ ചിന്തകളൊക്കെ പച്ച പിടിച്ച് ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. മാത്രമല്ല അനുഗ്രഹീതമായ അനേക ചിന്തകൾ നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കുന്നുണ്ടാവും. But I would be taking a different route from this psalm. എന്നാൽ ഈ സങ്കീർത്തനത്തെ മറ്റൊരു വീക്ഷണകോണിൽ നിന്ന് പഠിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. I want you all to just walk with me to just see the beauty of this psalm when David is speaking on the topic of fear. ഭയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് ദാവീദ് ഇക്കാര്യങ്ങൾ ഈ സങ്കീർത്തനങ്ങളിൽ വർണ്ണിക്കുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. I do not want to get into any of the contradiction as far as the doctrinal or theological background or implications are concerned. I want to purely get into the application and experiential part of this psalm. ഇതിന്റെ ദൈവശാസ്ത്രപരമായിട്ടോ അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിട്ടല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. മറിച്ച് ഈ സങ്കീർത്തനം നമ്മളുടെ ഹൃദയത്തിൽ എങ്ങനെ പ്രയോഗവൽക്കരിക്കാൻ കഴിയും അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചാണ് ശ്രദ്ധയൂന്നുന്നത്. And I want to just experience this as I have experienced this psalm as far as comparing that in my personal life. ഈ സങ്കീർത്തനം എന്റെ ജീവിതത്തിൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളും എല്ലാം ആ സങ്കീർത്തനത്തിന്റെ ആ അനുഗ്രഹം ഒന്ന് അനുഭവിക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. So having that in our mind, let's just dive into this treasure of encouragement, in this അക്കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ സങ്കീർത്തനത്തിൽ അടങ്ങിയിരിക്കുന്ന നിധികൾ ഖനനം ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. We will deal with first and second verse of this psalm. ഇന്ന് നമ്മൾ ഇതിന്റെ 1ഉം 2ഉം വാക്യങ്ങളാണ് കൈകാര്യം ചെയ്യാനായിട്ട് പോകുന്നത്.
primarily, let me just begin with saying, verse 1 is basically a chorus of the entire song of this psalm. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒന്നാം വാക്യം ഈ സങ്കീർത്തനത്തിന്റെ ഒരു പല്ലവിയായിട്ടിരിക്കുന്നു. That means when we are singing a song, you have a chorus, right? So every stanza you sing and you come back to the chorus and you sing that song, and then again you go to the next stanza of the song. നമ്മുടെ സാധാരണ ക്രിസ്തീയ ഗാനങ്ങൾക്കൊക്കെ തന്നെ ആദ്യം ഒരു പല്ലവി ഉണ്ടായിരിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ടുള്ള ഓരോ സ്റ്റാൻസ കഴിയുമ്പോഴും നമ്മൾ വീണ്ടും ആ പല്ലവി വീണ്ടും പാടി അങ്ങനെയാണല്ലോ പാട്ട് പുരോഗമിക്കുന്നത്. This psalm is also of that kind. ഈ സങ്കീർത്തനം അങ്ങനെയുള്ള ഒരു സങ്കീർത്തനമായിട്ടിരിക്കുന്നു. There is a stanza which begins from verse 2. രണ്ടാമത്തെ വാക്യത്തിൽ ആരംഭിക്കുന്ന ഒരു ഖണ്ഡിക അല്ലെങ്കിൽ ഒരു സ്റ്റാൻസയുണ്ട്. Then again, the chorus comes to verse 1. അതിനുശേഷം വീണ്ടും ഒന്നാം വാക്യത്തിലേക്ക് വരേണ്ടതുണ്ട്, ഒരു പല്ലവി പോലെ. Each verses have its own treasures. ഈ ഓരോ വാക്യങ്ങൾക്കും വിലയേറിയ നിധികൾ അതിൽ തന്നെ ഉള്ളടങ്ങിയിരിപ്പുണ്ട്. But when you compare each stanzas and coming back to the same chorus, that is verse 1, you will realize the beauty of the entire psalm. ഈ ഓരോ വാക്യങ്ങളും കഴിഞ്ഞ് മടങ്ങി പല്ലവിയിലേക്ക് അല്ലെങ്കിൽ ഒന്നാം വാക്യത്തിലേക്ക് വന്നു കഴിയുമ്പോഴാണ് ഈ സങ്കീർത്തനത്തിന്റെ മനോഹാരിത നമുക്ക് അനുഭവവേദ്യമാകുന്നത്. So we will be dealing with verse 1 and verse 2 today. നമ്മൾ ഇന്ന് 1-2 വാക്യങ്ങളായിരിക്കും പഠിക്കുന്നത്. Okay, verse 1. The Lord is my shepherd, I shall not want. ഒന്നാം വാക്യം, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. It's memorized to all of us. Pardon? It's in the memory of all of us. ഇത് നമ്മളുടെ എല്ലാവരുടെയും ഓർമ്മയിൽ തന്നെ ഉണ്ട് എന്ന് എനിക്കറിയാം. One of the version of in my mobile, it speaks, the Lord is my shepherd, and the second line says, I have all my needs met. ഒരു എന്റെ മൊബൈലിലുള്ള ഒരു വേർഷനില് ആദ്യത്തെ ഭാഗത്ത് യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ രണ്ടാമത്തെ പ്രസ്താവന, അതുകൊണ്ട് എനിക്ക് ആവശ്യമായിട്ട് ഒന്നും ഉണ്ടായിരിക്കുകയില്ല എന്നാണ് പറയുന്നത്. No, I have everything in sufficiency. എല്ലാം ആവശ്യത്തിന് ലഭ്യമാണ്. In another version it says, I lack nothing. മറ്റൊരു പരിഭാഷയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ഒന്നും കുറവായിരിക്കുന്നില്ല. That means if the Lord is my shepherd, I will be needing nothing in my life. അതായത് എന്റെ ജീവിതത്തിലെ ഒന്നും ആവശ്യമായിട്ട് ഇരിക്കുന്നില്ല. The only condition is the Lord should be my shepherd. അതിനുള്ള ഏക നിബന്ധന എന്ന് പറയുന്നത് യഹോവ എന്റെ ഇടയനായിരിക്കണം എന്നുള്ളത് മാത്രമാണ്. The Lord is my shepherd. യഹോവ എന്റെ ഇടയനാകും. Now when David is writing this, he's writing it beholding the Jehovah. ദാവീദ് ഇത് എഴുതുമ്പോൾ യഹോവയെ തന്റെ കൺമുഖരങ്ങളിൽ കണ്ടുകൊണ്ടാണ് എഴുതുന്നത്. Jehovah is the shepherd in his life. യഹോവ അവന്റെ ജീവിതത്തിൽ അവന്റെ ഇടയനാണ്. But I'm bringing that in the context of you and me, which we are living in this era. ഇത് ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആക്കി ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. And I do not want this to be any kind of debating what do you call study by any means. I just want to compare that in the context of the life what we are living today. ഇത് ഏതെങ്കിലും ഒരു തർക്കവിതർക്കത്തിന് വിധേയമാക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ള നിലയിലല്ല ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ, ഇന്നത്തെ ജീവിതത്തിൽ നടപ്പിലാക്കേണ്ടത് എങ്ങനെയെന്നുള്ള അർത്ഥത്തിലാണ്. So keep that in mind, that the Lord is our shepherd. യഹോവ നമ്മുടെ ഇടയനാകുന്നു. The Lord is my shepherd. യഹോവ എന്റെ ഇടയനാകും.
it's a nothing that collective way. It's an individual approach, right? ഇത് എല്ലാവർക്കും ഒരുമിച്ചുള്ള ഒരു പ്രസ്താവനയല്ല, ഓരോ വ്യക്തിയെ സംബന്ധിച്ചുള്ളതാണ്. And then the line goes that I will be needing nothing. എന്നിട്ട് അടുത്ത വാചകത്തിൽ പറയുകയാണ്, അതുകൊണ്ട് എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല എന്ന്. Now, who is this Lord? ഇപ്പോഴ് ഈ യഹോവ ആരാണ് എന്ന് ചിന്തിക്കാം. The Lord. യഹോവ, ആ യഹോവ. I want to be very specific, taking that English word which begins with this sound, the Lord. ഈ ഇംഗ്ലീഷിലാകുമ്പോഴ് ദി, ആ എന്നുള്ള ആ ഒരു പദത്തിലാണ് ആരംഭിക്കുന്നത്. ആ വാക്കിനെ കുറിച്ചാണ് ആദ്യം ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. The Lord. Who is the Lord in our life? ആ യഹോവ ആരാണ്? The is nothing but when you read that with John chapter 1, you remember the gravity of this the there. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോഴ് ആ ദി അല്ലെങ്കിൽ ആ എന്നുള്ള പദപ്രയോഗത്തിന്റെ ആ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. The word. I hope you remember that. John 1:1. ആദിയിൽ ആ വചനം ഉണ്ടായിരുന്നു. മലയാളത്തില് അത് അത്ര വ്യക്തമായിട്ട് കാണില്ല, എന്നാൽ ഇംഗ്ലീഷിലും അതുപോലെ മൂലഭാഷയിലും ആ വചനം എന്നുള്ള പ്രയോഗമുണ്ട്. That means this is not a Lord or an, but this is specifically and magnified way of expressing the importance of the following word, that is Lord, the Lord. ഇത് ഏതെങ്കിലും ഒരു കർത്താവല്ല, ഒരു യഹോവയല്ല, അല്ലെങ്കിൽ മറ്റൊരു യഹോവയല്ല, അല്ലെങ്കിൽ കർത്താവല്ല, പകരം ആ യഹോവയാണ്, ഏക യഹോവയാണ്. That means I will never call I went to visit a Taj Mahal. ഒരിക്കലും ദ താജ് മഹൽ എന്ന് പറയാറില്ല. No, I will never say that. I did not go to a Taj Mahal, but I will always say the Taj Mahal, because this is the unique. There is nothing like Taj Mahal in the world. ഞാന് ഒരു താജ്മഹലിൽ നിന്ന് പോയെന്ന് ഒരിക്കലും പറയുകയില്ല, കാരണം ലോകത്ത് ഒരു താജ്മഹലേ ഉള്ളൂ. അതുകൊണ്ട് ആ താജ്മഹലിൽ പോയി എന്നാണ് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ പറയുന്നത്. So this is the same connotation where the psalmist, David wants to say that there is nothing like this Jehovah, the Lord. There is no one like him. അതേപോലെ തന്നെ ദാവീദ് പറയുന്നത് ആ യഹോവ, ആ വ്യത്യസ്തനായ, ആ ഏകനായ ആ യഹോവ, അവനെ പോലെ ആരുമില്ല, അതുല്യനായ ആ യഹോവ എന്നുള്ള അർത്ഥത്തിലാണ് ദാവീദ് പറയുന്നത്. And when we compare that with our Lord Jesus Christ, we understand that he was and he is to come. ഇതിനെ നമ്മൾ നമ്മുടെ കർത്താവിനുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ അവൻ ഉണ്ടായിരുന്നവനാണ്, അവൻ ഇപ്പോൾ ഉള്ളവനാണ്, അവൻ വരുവാനുള്ളവനാണ്. And we have that Lord who is the Alpha, the Omega, the first and the last, who came in this world for you and for me. നമുക്ക് ആദ്യനും അന്ത്യനുമായ ആ യഹോവ, ഈ ഭൂമിയിൽ വന്നവനായ യഹോവ നമുക്കുണ്ട്. The one who created the universe, the one who created the sun and the moon, the one through whose word the entire universe is sustained, is the one who is our Lord, who is our shepherd. തന്റെ വാക്കുകളാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ടാക്കിയവൻ, മാത്രമല്ല തന്റെ ശക്തിയാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്നവൻ, അവനാണ് നമ്മുടെ ഇടയനായ നമ്മുടെ യഹോവ. Now I want you all to be, so what to say, personal, to understand this Lord who converted the water into wine, who walked on the water, who ate with the sinners. He is the one who is your Lord, your Savior, is my shepherd or our shepherd. അതായത് രക്തത്തെ വെള്ളത്തെ വീഞ്ഞാക്കിയവന്, പാപികളോടുകൂടെ ആഹാരം കഴിച്ചവന്, അത്ഭുതങ്ങൾ ചെയ്തവന്, ആ കർത്താവാണ് നമ്മുടെ ഇടയൻ. I want you all to experience that the Lord who is
so personal with you, who is your Savior, whom you pray, whom you dwell always, and whom you always feel that he is with you, is your shepherd. ആ വലിയവനായ നമ്മൾ എപ്പോഴും അവന്റെ സാന്നിധ്യ സുഖം അനുഭവിക്കുന്ന ആ കർത്താവാണ് നമ്മുടെ ഇടയൻ എന്ന് നാം എല്ലാവരും അനുഭവിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Now, once you understand that very line, once you understand that very fact, then comes the second part of this verse that says that I shall lack nothing, or I want nothing. ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുന്നത്. എനിക്ക് ഒന്നും ഇല്ലാതെ ഇരിക്കുകയില്ല, ഒരു കുറവും ഉണ്ടായിരിക്കുകയില്ല. Now, having that, how can I have nothing? Or why do I not need anything else than this Lord will make us understand when we read verse 2. നമ്മള് ആ ഒരു ചിന്തയില് ആഴത്തില് പോയി കഴിയുമ്പോഴാണ് നമുക്ക് രണ്ടാം വാക്യത്തില് കാണുന്ന ആ വിലയേറിയ കാര്യങ്ങള് ശരിക്കും ഗ്രഹിക്കാനായിട്ട് കഴിയുന്നത്. Now the second line of this first verse you will understand by the end of each verse when we deal deeply in the days to come or even today. നമ്മള് ഈ ഓരോ വാക്യത്തിന്റെ അവസാനത്തില് ഈ ഒന്നാം വാക്യത്തിന്റെ രണ്ടാം ഭാഗം ചേർത്ത് ചിന്തിക്കുന്നതാണ് ഇന്നും വരുവാനുള്ള ദിവസങ്ങളിലും. Now verse 2, having that thought in your mind, we'll jump into verse 2. നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് രണ്ടാമത്തെ വാക്യത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. Now the verse says, he makes me lie down in green pastures and he leads me beside the still waters. ആ വാക്യം പറയുന്നത്, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു എന്നാണ്. But when we read this portion, this is something which is very soothing to all of our thinking and all of our thoughts. നമ്മുടെ ചിന്തയിലും നമ്മുടെ എല്ലാ മാനസിക പ്രവർത്തനങ്ങളിലും ഇത് നമുക്ക് വളരെ ആശ്വാസം തരുന്ന ഒരു ചിന്ത തന്നെയാണ്. But we have to understand the context of writing these lines. ഈ വരികൾ എഴുതുന്നതിന്റെ പിന്നിലുള്ള പശ്ചാത്തലം നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. If I say that I was so happy of eating biryani, I'm sure you will understand that there was something which I was having in my thought before eating biryani. എനിക്ക് ബിരിയാണി തിന്നുന്നത് വളരെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലൂടെ ബിരിയാണി കഴിക്കുന്നതിന് മുമ്പേ ചില ചിന്തകൾ കടന്നുപോയി എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Let me make it more specific. ഞാൻ ഒന്നുകൂടെ അത് വ്യക്തമാക്കട്ടെ. I enjoy eating biryani in so and so place which was so delicious. When I say this, that means there was something happening before going to that place or before eating that biryani in that particular place, right? ഞാൻ ഒരു പ്രത്യേക സ്ഥലത്തെ ബിരിയാണി വളരെ രുചികരമാണ്, ഞാൻ അവിടെ പോയി ഭക്ഷിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പോകുന്നതിന് മുമ്പേ, അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ എന്റെ ഹൃദയത്തിലൂടെ ചില കാര്യങ്ങൾ കടന്നു പോയിരിക്കണമല്ലോ. That means I did not have biryani that tasty before reaching that place or before eating that particular biryani, right? അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഞാൻ ആ സ്ഥലത്ത് എത്തി അവിടുന്ന് കഴിക്കുന്നതിന് മുമ്പേ അത്ര രുചികരമായ ബിരിയാണി കഴിക്കാറില്ലായിരുന്നു എന്നുള്ളതാണ്. The same thing applies here in this verse 2. ഈ രണ്ടാമത്തെ വാക്യത്തിൽ അതേപോലെയുള്ള ഒരു ആശയമാണ് അടങ്ങിയിരിക്കുന്നത്. He makes me lie down in green pastures. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. Why should a shepherd make his sheep lie down? എന്തുകൊണ്ട് ഇടയന് തന്റെ ആടുകളെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തണം? That means there is something before there which is happening. അതിന്റെ കാരണം അതിനു മുമ്പ് തന്നെ അവിടെ എന്തോ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. Or when he says that he leads me beside the still water, that means there is something happening before his leading before the still water.
സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് തന്നെ എന്തോ ഒരു കാര്യം സംഭവിച്ചിരിക്കണം. There have been something which has been very uncomfortable in terms of our present thinking. നമ്മുടെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് അത്രയ്ക്ക് സന്തോഷകരമല്ലാത്ത എന്തോ അതിനു മുമ്പുണ്ടായിരുന്നു എന്ന് അതിനർത്ഥമുണ്ട്. That is why he is saying that he is leading me beside the still water, he is making me lie down in the green pasture. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവൻ എന്നെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്നു, അതുപോലെ പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ കിടത്തുന്നു എന്ന്. First of all, let me just put it in this way. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പറയട്ടെ, the entire connotation of the whole psalm is between a shepherd and a sheep. ഈ സങ്കീർത്തനത്തിന്റെ ആ സന്ദർഭം എന്ന് പറയുന്നത് ഒരു ഇടയനും ആടും തമ്മിലുള്ള കാര്യങ്ങളാണ്. And a sheep is being compared with you and me with David as a writer. ആടിനെ നമ്മളെ ഓരോരുത്തരുമായിട്ടാണ് എഴുത്തുകാരനായ ദാവീദ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. We all are sheep, or David was a sheep who has been given all the comfort, the solace, the care, the support by the shepherd, the God, the Lord, our Christ Jesus, our Savior. Pardon? We as a sheep who has been given all the comfort, the care, the support by our Lord, the shepherd, our God, our Lord, our Savior, Jesus Christ. നമ്മൾ ആടുകൾ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ രക്ഷകനായ നമ്മുടെ കർത്താവായ ദൈവം ഇടയനായിട്ട് നമുക്ക് വേണ്ടതൊക്കെ ഒരുക്കുന്നു എന്നുള്ളതാണ് ദാവീദ് അർത്ഥമാക്കുന്നത്. So before he comes to this part, how is he comparing his sheep or himself in this context? ഈ ഇങ്ങനെ താരതമ്യപ്പെടുത്തുമ്പോൾ അവൻ തന്നെ കുറിച്ച് തന്നെ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് രസകരമായിരിക്കും. He is saying that he has been given the best kind of pasture, green pasture, just to rest. അവന്റെ അനുഭവത്തെ കുറിച്ച് അവന്റെ മനസ്സിലുള്ളത് ദൈവം എനിക്ക് ഏറ്റവും പച്ചയായ പുൽപ്പുറം നൽകുന്നു എന്നുള്ള ചിന്തയായിരിക്കണം. That means there was no rest before coming to that green pasture. അതിന്റെ അർത്ഥം ആ പച്ചയായ പുൽപ്പുറത്തേക്ക് വരുന്നതിന് മുമ്പേ തനിക്ക് വിശ്രമം ഉണ്ടായിരുന്നില്ല. The life was uncertain. ജീവിതം വളരെ അനിശ്ചിതത്വങ്ങളുള്ളതായിരുന്നു. When he says that he leads me beside the still water, that means before coming to the still water, there was something which was turmoiling in his life. അവന് തന്നെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിനു മുമ്പേ അവന്റെ ജീവിതത്തില് വളരെ അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ എന്തൊക്കെയോ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. The turmoils and the troubles and the debacles come in our life all of a sudden. നമ്മളെ സംബന്ധിച്ചും നമ്മുടെ ജീവിതത്തില് അനേക പ്രശ്നങ്ങള് ബുദ്ധിമുട്ടുകള് ഒക്കെ നിറഞ്ഞിരിക്കുന്നുവല്ലോ. And that leads us to fear of uncertainty in our life. അത് അനിശ്ചിതത്വത്തെ കുറിച്ചുള്ള ഭയം നമ്മുടെ ഹൃദയത്തിൽ കുത്തി നിറയ്ക്കുന്നു. I remember talking to a boy who is been bedridden for almost now 9 years. വളരെ അധികം വർഷങ്ങളില് ശയ്യാലംബനായിരുന്ന ഒരു യുവാവിനോട് സംസാരിച്ച കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. He was at the age of 23 he joined a hotel Coromandel in Bangalore, a 5-star hotel, as a front office executive. അവന് 23-ാമത്തെ വയസ്സില് ബാംഗ്ലൂരിലുള്ള പ്രശസ്തമായ കൊറമാണ്ടൽ ഹോട്ടലില് അതിന്റെ മുന്നിലുള്ള ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനായിട്ട് ചേർന്നവനാണ്. After 2 to 3 years he got a new job in Hotel Taj as a front office manager with an amazing package, and he was so excited. 2-3 വർഷത്തിനുള്ളില് വളരെ പ്രശസ്തമായ ടാജ് ഹോട്ടലിന്റെ റിസപ്ഷനോട് ബന്ധപ്പെട്ട ഓഫീസില് ഉയർന്ന ശമ്പളത്തില് അവന് വളരെ നല്ല ഒരു ജോലി കിട്ടി. അവൻ വളരെ ആവേശഭരിതനായിരുന്നു. In that excitement he was traveling on his motorbike from Bangalore to Kerala to spend few days with his family.
ആ ഒരു ആവേശത്തില് അവന് തന്റെ മോട്ടോർ സൈക്കിൾ ഓടിച്ച് കേരളത്തിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഒരു ചില ദിവസങ്ങള് വേണ്ടപ്പെട്ടവരോടൊത്ത് ചെലവഴിപ്പാൻ. He was so happy. അവൻ വളരെ സന്തുഷ്ടനായിരുന്നു. He spent couple of days with his family and he was returning back to join to his new endeavor. അവന് തന്റെ കുടുംബാംഗങ്ങളോടൊത്ത് ചില ദിവസങ്ങൾ ചെലവഴിച്ച ശേഷം തന്റെ പുതിയ ജോലിയില് ചേരുവാനായിട്ട് അവൻ മടങ്ങിപ്പോവുകയായിരുന്നു. Just before reaching his flat in Bangalore, there came a raging car which hit his bike and he was fell flat on his back on the road. അവന് തന്റെ ഭവനത്തിൽ എത്തുന്നതിന് തൊട്ടു മുമ്പ് വളരെ സ്പീഡിൽ വന്ന ഒരു കാർ അവനെ ഇടിക്കുകയും അവന് മലർന്നടിച്ച് റോഡിൽ വീഴുകയും ചെയ്തു. And that little boy, young boy, has never stood on his leg ever since. അതിനുശേഷം ഈ യുവാവ് ഒരിക്കലും തന്റെ കാലുകളിൽ ഊന്നി നിന്നിട്ടില്ല. A moment, just a moment, brought absolutely uncertainty in his life. ആ ഒരു നിമിഷം അവന്റെ ജീവിതത്തില് വലിയ അനിശ്ചിതത്വമാണ് കൊണ്ടുവന്നത്. And when you ponder these kind of stories all across your surrounding, you will find just a moment, or just a day, or just a week, or just a medical report, or just a result, or just a failure has spoiled or has brought the uncertainty all across their lives. ഇങ്ങനെയുള്ള പല അനുഭവങ്ങളും നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഒരു നിമിഷം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മെഡിക്കൽ റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഫലം, ഒരു പരീക്ഷാ ഫലം, ഇങ്ങനെയുള്ള കാര്യങ്ങള് ജീവിതത്തില് വലിയ അനിശ്ചിതത്വങ്ങള് പെട്ടെന്ന് കൊണ്ടുവരുന്നതായിട്ട് കാണാം. What next? Nobody knows. അടുത്ത എന്താണെന്ന് ആർക്കും അറിയാത്ത അവസ്ഥ. What happens next? Nobody has an idea. അടുത്ത എന്ത് സംഭവിക്കുന്ന ആർക്കും ഒരു ഉദ്ദേശവുമില്ല. We all began 2020 last year with so much of excitement. വാസ്തവത്തില് നമ്മൾ കഴിഞ്ഞ 2020 വർഷം ആരംഭിച്ചത് വളരെ ആവേശത്തോടെയാണ്. But 24th March we all were stuck to our own rooms and flats and houses. എന്നാൽ മാർച്ച് മാസം ആയപ്പോഴത്തേക്ക് നമ്മൾ എല്ലാവരും നമ്മുടെ വീടുകളിൽ അടച്ചു പൂട്ടപ്പെട്ടു. And in another 2 to 3 months we had absolutely no idea what is going to happen next. 1-2 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ഒരു ആശയഗതിയും ഇല്ലായിരുന്നു. All the kitchen items started draining off. നമ്മുടെ അടുക്കളയിലുള്ള പല സാധനങ്ങളൊക്കെ തീർന്നുകൊണ്ടേയിരുന്നു. Even many people, they started selling their goods. Pardon? Many people, they started selling their goods. പലരും അവരുടെ വസ്തുവകളൊക്കെ വിറ്റ് ജീവിച്ചു തുടങ്ങി. And things started going from bad to worse. മോശമായതിൽ നിന്ന് വളരെ മോശമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചലിച്ചുകൊണ്ടിരുന്നു. And most of us still are uncertain what is going to happen next in our lives. നമ്മളെ സംബന്ധിച്ച് നമ്മളിൽ പലരും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഒരു ബോധവും ഇല്ലാത്തവരാണ്. So there are uncertainty which is prevailing all across our life. നമ്മുടെ ജീവിതത്തിലെല്ലാം നിറയെ ഇതുപോലുള്ള അനിശ്ചിതത്വങ്ങളുണ്ട്. You know why? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? Because we are limited people. കാരണം നമ്മള് ഒരുപാട് കഴിവുകളുള്ള മനുഷ്യരാണ്, പരിമിതികളുള്ളവരാണ്. We portray as if we are the intelligent being, we are the capable creature, but we are not. നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ നമ്മൾ വളരെ ബുദ്ധിയുള്ള കഴിവുകളുള്ള സൃഷ്ടിയാണ് എന്നുള്ള മട്ടിൽ നമ്മളെ തന്നെ നമ്മൾ കാണിക്കാറുണ്ട്. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. But we must understand that we all are limited and we all are finite in our own capabilities. നമ്മൾ എല്ലാവരും പരിമിതികളുള്ളവരാണ്, വളരെയധികം കഴിവ് കുറഞ്ഞവരാണ് എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും ഓർത്തിരിക്കണം. And God is proving time and again about our state in our life. നമ്മുടെ ജീവിതത്തിലുള്ള ഈ അവസ്ഥയെക്കുറിച്ച് ദൈവം വീണ്ടും വീണ്ടും നമ്മളെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
we are like the sheep. That's what psalmist is comparing us with. സങ്കീർത്തനക്കാരൻ പറയുന്ന ആ ആടുകളെ പോലെയാണ് നമ്മള്. How is this sheep basically? ഒരു ആട് അടിസ്ഥാനപരമായിട്ട് എങ്ങനെയാണ്? What is the character of sheep? ഒരു ആടിന്റെ സ്വഭാവം എന്താണ്? The sheep is basically a foolish animal. വളരെ ബുദ്ധിയില്ലാത്ത ഒരു ജീവിയാണ് അടിസ്ഥാനപരമായിട്ട് ആടുകള്. And sheep is a direction challenged animal. ദിശ കണ്ടുപിടിക്കാനായിട്ടുള്ള കഴിവില്ലാത്ത ഒരു ജീവിയാണ് ആടുകള്. Any animal can attack the sheep. ഒരു വഴിതെറ്റിയ ആടിനെ ഏത് ശത്രുമൃഗത്തിനും ആക്രമിക്കാനായിട്ട് കഴിയും. And there is no defense mechanism available or instinct available with a sheep. അതിനെ പ്രതിരോധിക്കാനായിട്ട് അതിന് കാര്യമായ മാർഗങ്ങളൊന്നും ഇല്ല തന്നെ. Very, very, very foolish or very weak animal in many sense. വളരെ ബുദ്ധി കുറഞ്ഞതും അതേസമയം തന്നെ ശക്തി കുറഞ്ഞതുമായ ഒരു മൃഗമാണ് ആട്. These sheep, they need a company, master always to feed them. ഒരു ആടിനെ അതിനെ തീറ്റിക്കാനായിട്ട് അതിന് ഒരു ഇടയന്, ഒരു യജമാനന് അതിനോടൊപ്പം എപ്പോഴും വേണം. I always wonder, when you read Gospels, Jesus Christ always have been calling the children of God or the people with comparing that with sheep. നമ്മള് സുവിശേഷങ്ങളിലേക്ക് വരുമ്പോഴേ കർത്താവ് പലപ്പോഴും ദൈവമക്കളെ ആടുകളുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത് കാണാം. I wonder why did he not use elephant? എന്തുകൊണ്ട് താരതമ്യപ്പെടുത്താൻ കർത്താവ് ആനയെ ഉപയോഗിച്ചില്ല എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. Think of this way, my elephant hear my voice. എന്റെ ആന എന്റെ ശബ്ദം കേൾക്കുന്നു. I mean, he never has been using lion for us, tigers for us, or bear for us. അല്ലെങ്കിൽ സിംഹത്തെയോ അല്ലെ കടുവയോ അല്ലെങ്കിൽ കരടിയെയോ ഒന്നും നമ്മളോട് ചേർത്ത് ഉപമിച്ചിട്ടില്ല. The Lord is always calling us sheep. കർത്താവ് നമ്മളെ എപ്പോഴും ആടുകളോടാണ് താരതമ്യപ്പെടുത്തുന്നത്. It's a really something which is very, very important to understand the character of sheep when you study this whole psalm. ഈ സങ്കീർത്തനം പഠിക്കുമ്പോൾ നമ്മൾ ആടിന്റെ സ്വഭാവത്തെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. I will give you small examples and then we'll quickly go forward. Pardon? I'll show you some glimpses of the character of sheep and then we will go forward. ആടിന്റെ ചില സ്വഭാവങ്ങള് ഞാൻ നിങ്ങളോട് വിശദീകരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. Matthew chapter 18 and verse മത്തായിയുടെ സുവിശേഷം Luke chapter 15 and verse 4. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 4-ാം വാക്യം. നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ട് എന്നിരിക്കട്ടെ, അതിൽ ഒന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? There are 100 sheep, but one is gone out. 100 എണ്ണം ഉണ്ട്, ഒന്നിനെ കാണാനില്ല. One has taken its own route. ഒരെണ്ണം അതിന്റെ വഴിയെ അത് അങ്ങ് പോയി. This one thought that he can be back, he can take his own decision in his life. ആ ഒരു ആടി ചിന്തിച്ചത് എനിക്ക് എന്റെ വഴി എടുക്കാം, എനിക്ക് എന്റേതായ തീരുമാനം ജീവിതത്തിൽ എടുക്കാം എന്നൊക്കെ ആയിരിക്കാം. I don't need the master with me. എനിക്ക് യജമാനൻ എന്നോട് കൂടെ ഇല്ലെങ്കിലും പ്രശ്നമില്ല. I want to take my own decisions in my life. എന്റെ ജീവിതത്തിൽ എനിക്ക് എന്റേതായ തീരുമാനങ്ങൾ എടുക്കണം. I want to go wherever I want. എനിക്ക് എവിടെ പോകണമെന്ന് തോന്നുന്നു അവിടേക്ക് പോകണം. I want to take whatever lifestyle I want. എനിക്ക് ഏത് ജീവിത ചര്യ സ്വീകരിക്കണം അത് എനിക്ക് സ്വീകരിക്കണം. And it has gone out of the herd. അത് കൂട്ടം വിട്ടുപോയി. And finally it has gone to a stage where it has to be brought back by the master. അത് അവസാനം ഒരു അവസ്ഥയിലെത്തി യജമാനൻ അതിനെ തിരികെ കൊണ്ടുവന്ന്
പോകുന്നതിലേ പറ്റത്തുള്ളൂ എന്നുള്ള അവസ്ഥയിൽ. My beloved, when you read this parable and the following parables, you will realize just after one more parable, Jesus Christ is bringing the parable of prodigal son. നമ്മൾ ഈ ഒരു ഉപമ വായിച്ചു കഴിയുമ്പോൾ അതിന് തുടർച്ചയായിട്ട് മുടിയനായ പുത്രന്റെ ഉപമയും കർത്താവ് പറഞ്ഞത് നമ്മൾ വായിക്കുന്നുണ്ട്. And he is comparing these parables with the people, those who go astray from God. കർത്താവിൽ നിന്ന് പോകുന്ന ആളുകളെ താരതമ്യപ്പെടുത്തുവാനായിട്ട് ഈ ഉപമകളെ തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ മനസ്സിലാക്കാൻ കഴിയും. Basically, Lord is trying to explain that you are sheep. You have a character like sheep. You just do not like your master. You just go away the way the sheep go. And then you cannot take your own decision. You are so feeble. You are so timid. കർത്താവ് പറയുന്നത് നിങ്ങളുടെ യജമാനെ ഇഷ്ടപ്പെടുന്നില്ല, അവന്റെ കീഴില് നടക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങളുടെ തന്നെ തീരുമാനങ്ങൾ എടുത്ത് തോന്നിയ വഴിയിൽ പോവുകയാണ്. എന്നാൽ ആത്യന്തികമായിട്ട് നിങ്ങൾ അശക്തരും കഴിവില്ലാത്തവരുമായതുകൊണ്ട് നിങ്ങൾ തിരിച്ചു വരാൻ കഴിവില്ലാത്തവരായി തീരുന്നു എന്നാണ്. You are foolish. ബുദ്ധിയില്ലാത്തവരാണ്. You cannot handle this world, this Satan's power in the world. ഈ ലോകത്തെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുകയില്ല. ഈ ലോകത്തിൽ പിശാചിന്റെ അധികാരത്തെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുകയില്ല. But the moment you think that you are capable enough, you go your way, the uncertainty follow you. തോന്നിയ വഴിയെ പോയി കഴിഞ്ഞാൽ അനിശ്ചിതത്വങ്ങൾ നിങ്ങളെ പിന്തുടരുക തന്നെ ചെയ്യും. And then you will have that fear of uncertainty prevailing you all across. അത് കഴിഞ്ഞാല് ആ അനിശ്ചിതത്വം നിങ്ങളുടെ മുഴുവൻ ജീവിതത്തെയും പിന്തുടർന്നു കൊണ്ടിരിക്കും. What he is trying to explain here is a very simple fact that we are so incapable people. കർത്താവ് പറയാനായിട്ട് ശ്രമിക്കുന്ന കാര്യം നമ്മൾ തീരെ അശക്തരായ കഴിവില്ലാത്തവരാണ് എന്നുള്ള കാര്യമാണ്. And sheep, they need the master. ആടുകൾക്ക് അതിന്റെ ഇടയനെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. They need to have the care, the support. അതിന് എപ്പോഴും പിന്തുണ വേണം, അതിന് കരുതൽ വേണം. I'll show you a small another one example. John chapter 10. മറ്റൊരു ഉദാഹരണത്തിലേക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 2 to 4. 2 തൊട്ട് 4 വരെ ഉള്ള വാക്യങ്ങൾ. Yeah. വാതിലിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. This is the character of a sheep. ഇതാണ് ആടിന്റെ സ്വഭാവം. Can you just see the actual character of a sheep? The sheep needs a master to follow. നമ്മൾ ആടിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കുമ്പോൾ ആടിന് എപ്പോഴും യജമാനനെ, ആട്ടിടയനെ പിന്തുടരേണ്ടതായിട്ടുണ്ട്. It cannot go out by itself. അതിന് സ്വയം മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയില്ല. They need somebody to guide them. അവരെ ദിശ കാണിച്ചു കൊടുക്കാൻ അവയ്ക്ക് ആരെങ്കിലും വേണം. But the moment this foolish sheep takes a call of going away from the master, it's lost. സ്വയം മുന്നോട്ട് പോയിക്കളയാം എന്ന് ഈ ബുദ്ധിയില്ലാത്ത ജീവി തീരുമാനിക്കുന്ന നിമിഷം തന്നെ it's lost. അത് നഷ്ടപ്പെടുകയാണ്. It becomes the prey for the animals, other animals. അത് ശത്രു മൃഗങ്ങൾക്ക് ഇരയായി തീരുകയാണ്. My beloved, this is what the condition is yours and mine. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും അവസ്ഥയും ഇത് തന്നെയാണ്. We jump out from God and we live life in uncertainty. നമ്മൾ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ചാടി പുറപ്പെടുന്നു, എന്നാൽ അനിശ്ചിതത്വത്തിൽ ജീവിക്കുന്നു. We cannot get any solace outside God. ദൈവത്തിന് പുറത്ത് നമുക്കൊരു ആശ്വാസവും ലഭിക്കുകയില്ല തന്നെ. I don't say that. I'm not saying that you will always be
carefree when you are with God. Yeah, there will be uncertainty too. But when you are നമ്മൾ in the, ദൈവത്തോട് yeah, നമ്മൾ when you are in ദൈവത്തോടു the കൂടി sphere of, ആയിരിക്കുമ്പോൾ യാതൊരു ചിന്താഭാരവും ഇല്ലായിരിക്കും എന്ന് ഞാൻ പറയുകയില്ല. നമുക്ക് അന്നേരവും നമ്മുടേതായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. but whenever you are in the sphere of God, God will be your care, your support, and your solace. എന്നാൽ നമ്മൾ ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് അവന്റെ കീഴിലായിരിക്കുമ്പോഴൊക്കെ നമുക്ക് അവിടെ ആശ്വാസവും കരുതലും ലഭിക്കുന്നു. And then he will bring you back. He will bring you back to a place called green pasture to give you a rest. മാത്രമല്ല അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കഴിയുമ്പോൾ അവൻ നമ്മളെ പച്ചയായ പുൽപ്പുറത്തേക്ക് കൊണ്ടുവന്ന് നമുക്ക് വിശ്രമം അനുവദിക്കുന്നവനാണ്. So that you can just be safe and fine. അവന് നമ്മളെ സ്വസ്ഥമായ വെള്ളത്തിന്റെ അരികിലേക്ക് നടത്തുന്നവനാണ്. അവിടെ നമുക്ക് ഭദ്രതയോടുകൂടെ ആശ്വാസം അനുഭവിക്കാനായിട്ട് കഴിയുമല്ലോ. How did Jesus Christ do this? കർത്താവ് ഇതെങ്ങനെയാണ് ചെയ്തത്? How did he really, I mean, he has been claiming that he is a good shepherd. Can we see some examples, he being Lord who has been leading his disciples or his people beside the still water, or giving them the rest in the green pasture? കർത്താവ് നല്ല ഇടയനാണെന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. തന്റെ ശിഷ്യന്മാർക്ക് ദിശ നഷ്ടപ്പെട്ടു പോയപ്പോൾ അവരെ തിരികെ സ്വസ്ഥതയുള്ള ജലത്തിനരികിലേക്ക് പച്ചയായ പുൽപ്പുറത്തേക്ക് കൊണ്ടുവന്ന ഉദാഹരണങ്ങൾ ഉണ്ടോ? Let us just try to see this good shepherd when he lived on this earth. ഈ നല്ല ഇടയന് ഈ ഭൂമിയിൽ ഇരുന്നപ്പോൾ ചെയ്ത ചില കാര്യങ്ങളിലേക്ക് നമുക്ക് തിരിയാം. There are many which I wanted to detail with you, but I will just take one and we will close. പല ഉദാഹരണങ്ങൾ നൽകണമെന്നുണ്ട്, എന്നാൽ ഒരു ഉദാഹരണം ചർച്ച ചെയ്ത ശേഷം നമുക്ക് അവസാനിപ്പിക്കാം. John chapter 21. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം. Now, just read verse 14. 14-ാമത്തെ വാക്യം വായിക്കാം. യോഹന്നാൻ 21:14. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. There were third time Jesus Christ is going to meet the disciples. ഇതാ 3-ാം തവണ കർത്താവ് ശിഷ്യന്മാരെ സന്ധിക്കാനായിട്ട് പോവുകയാണ്. We must remember Jesus Christ died and we must remember after the death of Jesus Christ, he was on the earth for 40 days. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം 40 ദിവസം താൻ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. He had been meeting n number of people. അവൻ അനേക പ്രാവശ്യം ശിഷ്യന്മാരെ സന്ധിച്ചിരുന്നു. But this is the third time he is meeting his disciples. എന്നാൽ ഇത് ശിഷ്യന്മാരെ 3-ാമത്തെ തവണ കണ്ടുമുട്ടുന്ന അവസരമാണ് ഇവിടെ കാണുന്നത്. Now we also must remember the nights, the despaired nights which these disciples have gone through when Jesus Christ was caught in the Garden of Gethsemane. കർത്താവായ യേശുക്രിസ്തു ആ ഗെത്സമനയിലായിരുന്നപ്പോൾ അവൻ അനുഭവിച്ച ആ വലിയ ദുഃഖത്തെക്കുറിച്ച് നമ്മൾ ഓർത്തിരിക്കണം. No, after that, the night followed by that, the night which was full of confusion and ambiguity when these disciples had gone through. ആ രാത്രിയില് ഈ ശിഷ്യന്മാര് വളരെയധികം ആശയക്കുഴപ്പത്തിലും വ്യക്തതയില്ലായ്മയിലും ഒക്കെ കുടുങ്ങി വളരെ ബുദ്ധിമുട്ടേറിയ ഒരു രാത്രിയാണ് അന്ന് അവർ കഴിച്ചുകൂട്ടിയത്. They had not even thought in their wildest dream that Jesus Christ would be caught by the soldiers. പട്ടാളക്കാർ കർത്താവിനെ പിടികൂടും എന്നവര് അവരുടെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നിരിക്കുകയില്ല. They, the uncertainty came all of a sudden when they saw the huge multitude of soldiers coming and grabbing Jesus Christ and taking him. വലിയ പടയാളികളുടെ കൂട്ടം അവരുടെ നേരെ വരുമ്പോഴാണ് പെട്ടെന്ന് അനിശ്ചിതത്വം അവരുടെ ഹൃദയത്തിൽ ഉരുവാകുന്നത്. They were thinking Jesus Christ to be a hero, someone who is going to give them a kingdom of their own. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അവർ വിചാരിച്ചിരുന്നത് ഒരു വീരനായിട്ട് അവർക്കായിട്ട് ദൈവരാജ്യം കർത്താവ് ഏർപ്പെടുത്തി കൊടുക്കുമെന്നായിരുന്നു. But the fear prevailed all of a sudden with the uncertainty in their life in that night. എന്നാൽ ആ രാത്രിയില് അനിശ്ചിതത്വവും ഭയവും അവരുടെ ഹൃദയത്തിലേക്ക് എത്തുകയാണ്.
just few hours back, Jesus Christ had washed their feet, and these guys were this guide had all the disciples had experienced something phenomena in the life of from the gestures of Jesus Christ. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് അവരുടെ പാദം കഴുകുക വഴി കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് വളരെ അത്ഭുതകരമായ ചില അനുഭവങ്ങളിലൂടെ അവർ കടന്നുപോയത്. And here they all had abandoned Jesus Christ also. എന്നാൽ ഇതാ ഇവിടെ അവരെല്ലാവരും കർത്താവിനെ ഉപേക്ഷിച്ചു പോവുകയാണ്. One betrayed, ഒരാള് തള്ളിപ്പറഞ്ഞു, another denied, ഒരാള് കാണിച്ചു കൊടുത്തു, മറ്റൊരാള് തള്ളിപ്പറഞ്ഞു, and all others ran away. മറ്റുള്ളവരെല്ലാം അവനെ വിട്ട് പോയി കളഞ്ഞു. Even the one who loved Jesus Christ the most and Lord loved him the most, he also ran away. കർത്താവിനെ ഏറ്റവും അധികം സ്നേഹിച്ചവനും അതുപോലെ കർത്താവ് ഏറ്റവും സ്നേഹിച്ചവനുമായ ശിഷ്യൻ പോലും കർത്താവിനെ വിട്ട് ഓടിപ്പോയി. And they had no idea what's going to follow them. അവർക്ക് ഇനിയും വരാൻ പോകുന്നത് എന്താണ് എന്ന് യാതൊരു ഒരു ഊഹവും അവർക്കില്ലായിരുന്നു. They did not want to relate with him at all. അവനുമായിട്ട് ബന്ധപ്പെടാൻ പോലും അവർ ഭയപ്പെട്ടു. You know, Peter says, I don't even know him. That is what he says. പത്രോസാണ് പറയുന്നത്, എനിക്ക് അവനെ അറിയത്തില്ല എന്നാണ്. Most of them, they were running away from Christ in order to be unidentified. തങ്ങളെ തിരിച്ചറിയാതിരിക്കാനായിട്ട് അവരിൽ പലരും കർത്താവിൽ നിന്ന് ഓടിപ്പോവുകയാണ്. And then after third day, Jesus Christ rose again. എന്നാൽ 3 ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. You know the beauty? അതിന്റെ മനോഹാരിത നിങ്ങൾക്കറിയാമല്ലോ. Christ is coming to build all their faith. അവരുടെ എല്ലാവരുടെയും വിശ്വാസം പണിയാനായിട്ട് കർത്താവ് വരികയാണ്. Because there are few days these boys have lived in uncertainty, in fear. അവര് അനേക ദിവസങ്ങളായിട്ട് ഈ ലോകത്തില് അനിശ്ചിതത്വങ്ങളുടെ നടുവിൽ ജീവിക്കുകയായിരുന്നു. And all of them had closed themselves inside a room. അവര് എല്ലാവരും കൂടെ ഒരു മുറിയിൽ ഇപ്പൊ അടച്ചിട്ടിരിക്കുകയാണ്. They were so fearful that they did not want to even open the door. വാതിൽ തുറക്കാൻ പോലും ഉള്ള ധൈര്യമില്ലാതെ വണ്ണം അവർ ഭയചകിതരാണ്. So Jesus Christ had to come all the way inside to build their faith. അവരുടെ വിശ്വാസം വളർത്തിയെടുക്കാനായിട്ട് കർത്താവ് അകത്ത് എത്തേണ്ടതായിട്ടിരുന്നു. And there is another one day when he comes, where he makes Thomas to makes him to touch his side. മറ്റൊരു സമയത്താണെങ്കിൽ കർത്താവ് തോമസിനെ കൊണ്ട് തന്റെ മുറിപ്പാടുകളിൽ തൊടാനായിട്ട് ആവശ്യപ്പെടുകയാണ്. Can you see the Lord who is even going to them, unto them, to just build their faith, build their fear. അവരുടെ അടുക്കലേക്ക് പോകുന്ന കർത്താവിനെ, അവരുടെ ഭയം മാറ്റാനായിട്ട് അവരുടെ അടുക്കലേക്ക് പോകുന്ന കർത്താവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? And can you I mean, in spite of all these uncertainty, in spite of all this encouragement, the care, the support what they got, even after that, you know what is the response of these boys? കർത്താവ് ഇങ്ങനെ അവരെ ഉറപ്പിക്കുകയും ധൈര്യം കൊടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞു. ഇവരുടെ പ്രതികരണം എന്തായിരുന്നു എന്നറിയാമോ? Verse 2 of 21. Pardon? John chapter 21 verse 2. യോഹന്നാന്റെ സുവിശേഷം 21-ന്റെ 2-ാം ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനയിലെ നഥനയേലും സബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. Next verse also. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. Can you imagine all these disciples, in spite of all this care and support of the Lord, they are still going back to their own old profession. കർത്താവ് കൊടുത്ത ഈ ശാക്തീകരണവും കരുതലും എല്ലാം അതിനെല്ലാം വിരുദ്ധമായിട്ട് ഇതാ അവരുടെ പഴയ തൊഴിലേക്ക് മടങ്ങി പോവുകയാണ്. My beloved, this is nothing new. ഇത് എന്തെങ്കിലും ഒരു പുതിയ കാര്യമല്ല അവരെ സംബന്ധിച്ച്. They are basically in the same stage as you and me most of the time are.
ഞാനും നിങ്ങളും മിക്കവാറും ഒക്കെ ആയിരിക്കുന്ന അതേ അവസ്ഥയിൽ തന്നെയാണ് അവരും. The fear of uncertainty prevails all of us. അനിശ്ചിതത്വത്തെ കുറിച്ചുള്ള ഭയം നമ്മളെ എല്ലാവരെയും ബാധിക്കുന്നു. And we all struggle to relate with our Lord, our God. നമ്മുടെ കർത്താവുമായിട്ട് ബന്ധപ്പെടാൻ നമ്മൾ എല്ലാവരും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. When we are in the fear of uncertainty, we struggle to have a commitment with our Lord. നമ്മള് ഈ അനിശ്ചിതത്വത്തെ കുറിച്ചുള്ള ഭയത്തിന് അടിമകളാകുമ്പോൾ കർത്താവിനോടുള്ള നമ്മുടെ പ്രതിബദ്ധതയെയും അത് ബാധിക്കുകയാണ്. But you know what? എന്നാൽ ഒരു കാര്യം അറിയാമോ? This Lord is not waiting for you to go to him, but he comes to you when you are in such situation. നമ്മൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലായിരിക്കുമ്പോൾ നമ്മളെ ഉപേക്ഷിച്ച് കളയുന്നവനല്ല ഈ കർത്താവ്. He comes to you to serve you in the situation you are in. നമ്മൾ അങ്ങനെയുള്ള സാഹചര്യത്തിലായിരിക്കുമ്പോൾ നമ്മളെ ശുശ്രൂഷിക്കാനായിട്ട് കടന്നു വരുന്നവനാണ് ഈ കർത്താവ്. Uncle, can you just read verse 13? 10 onwards. The same chapter. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം തൊട്ട് യേശു അവരോട് ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ശീമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു അവരോട് വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആർ എന്നവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. Next verse also, uncle. യേശു വന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. My beloved, this is the Lord who is your Savior, my Savior, and he is ready to take us for the rest in the green pasture. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവാണ് നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷിതാവായ കർത്താവ്. അവന് നമ്മുടെ സാഹചര്യങ്ങൾക്കൊക്കെ എങ്ങനെയൊക്കെ ആയിരുന്നാലും അവൻ നമ്മളെ ആ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നവനാണ്. He is ready to lead us beside the still water. അവൻ നമ്മളെ സ്വസ്ഥതയുള്ള ജലത്തിനരികിലേക്ക് നയിക്കാൻ തയ്യാറുള്ളവനാണ്. He does not blame us. അവൻ നമ്മളെ കുറ്റപ്പെടുത്തുന്നവനല്ല. He does not abandon us. നമ്മളെ ഉപേക്ഷിച്ചു കളയുന്നവനല്ല. He does not point faults in us. നമ്മളിലുള്ള കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്നവനല്ല. But he builds us. എന്നാൽ അവൻ നമ്മളെ പണിയുന്നവനാണ്. You know why? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? So that we can enjoy his shepherding approach. അവന്റെ ഇടയനെന്നുള്ള നിലയിലുള്ള അവന്റെ നമ്മളോടുള്ള ആ ഹൃദ്യമായ ബന്ധം നമ്മൾ ആസ്വദിക്കാൻ വേണ്ടിയാണ്. Now you come back to verse 1. ഇനിയും 1-ാമത്തെ വാക്യത്തിലേക്ക് വരിക and read the second part of it. അതിന്റെ 2-ാമത്തെ ഭാഗം വായിക്കുക. And then David says, I shall lack nothing. ദാവീദ് പറയുകയാണ്, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. When this Lord, you know, the Lord like Christ Jesus is with us, do we need anything else? കർത്താവായ യേശു ക്രിസ്തു നമ്മളോടുകൂടെ ഉള്ളപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും വേണോ? You know, when you are in the uncertainty, you do not know what's happening in our life. When he is with us, you know, he is ready to take us to the rest in the green pastures. നമ്മൾ അനിശ്ചിതത്വത്തിലാകുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയുകയില്ല. എന്നാൽ അവൻ നമ്മളെ പച്ചയായ പുൽപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ തയ്യാറാണ്. He just wants us to be just still and be with him. നമ്മളെല്ലാവരും അവനോടുകൂടെ വളരെ സമാധാനത്തോടെ ഇരിക്കണം എന്നാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. He will lead us beside the still water. അവൻ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. You know, this always takes me to the thoughts of Exodus chapter 14. We will quickly read that verse also. Then we close. Exodus chapter 14. ഇത്
എപ്പോഴും എന്നെ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലെ ആശയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാറുണ്ട്. Chapter 14 verses I think 10, uncle, if you can read verse 10. 10. പുറപ്പാട് പുസ്തകം 14-ന്റെ 10-ാം വാക്യം. ഫറവോൻ അടുത്ത് വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രയീമ്യർ പിന്നാലെ വരുന്ന കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. Next verse also. അടുത്ത വാക്യം 11-ാം വാക്യം. അവർ മോശയോട്, മിസ്രയീമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത്? നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? You know, they are in a situation where they are absolutely uncertain what is going to happen. Pardon? These Israelites are absolutely uncertain what is going to happen in their life. ഇനിയും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് യാതൊരു നിശ്ചയമില്ലാത്ത അവസ്ഥയിലാണ് ഈ ഇസ്രായേൽ മക്കൾ. Behind they have Pharaoh and the soldiers. പുറകില് ഫറവോനും പട്ടാളക്കാരും ഉണ്ട്. And in the front they have the Red Sea. മുന്നില് ചെങ്കടൽ. Now where will they go? എങ്ങോട്ട് അവർ പോകും? Of course the fear of uncertainty will prevail. തീർച്ചയായിട്ടും അനിശ്ചിതത്വത്തെ കുറിച്ചുള്ള ഭയം അവരെ ഹരിക്കുക തന്നെ ചെയ്യും. But you know, a fascinating statement comes out of the mouth of Moses there. വളരെ മനോഹരമായ ഒരു പ്രസ്താവന നമ്മൾ പിന്നീട് വരുന്നത് കാണുന്നുണ്ട്. Moses says, "Be still." മോശ പറയുകയാണ്, നിങ്ങൾ മിണ്ടാതെ ഇരിപ്പീൻ. Just be calm. സ്വസ്ഥമായിട്ടിരിക്കുക. Just relax. നിങ്ങൾ റിലാക്സ് ചെയ്യുക, സ്വസ്ഥമായിട്ടിരിക്കുക. I don't know what was going on in the mind of Moses that time. ആ സമയത്ത് മോശയുടെ ഹൃദയത്തിലൂടെ എന്താണ് കടന്നുപോയിരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. It's like you know, he was such a cool guy who was thinking nothing else but just be calm. അവന് വളരെ വളരെ സൗമ്യതയുള്ള ഒരാളായിരുന്നല്ലോ. അവന് ചിന്തിച്ചുകൊണ്ടിരുന്നത്. Verse 13. Uncle, can you just read verse 13? 13-ാം വാക്യത്തിൽ അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. What a confidence. എന്തോ ഒരു ഉറപ്പാണ്. This is what is expected of you and me. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചും ഇതാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. In Psalm 23, when the Lord says that, you know, you shall lack nothing, that means, you know, when 21-ാം സങ്കീർത്തനത്തില് നിങ്ങൾക്ക് മുട്ടുണ്ടാകില്ല എന്ന് ദൈവം പറയുമ്പോൾ we just don't need anything else but the Lord himself. നമുക്ക് വേറൊന്നും ആവശ്യമില്ല, കർത്താവും മതി. Peter and the entire disciples, they just needed Lord. Lord was there to build them. പത്രോസും കൂടെയുള്ളവർക്കും കർത്താവിനെ മാത്രം മതിയായിരുന്നു. കർത്താവ് അവരെ പണിയുക തന്നെ ചെയ്തു. And Lord led them beside the still water. കർത്താവ് അവരെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തി. And they were built in such a way where, you know, they became they turned the whole world up and down in the days to come. അങ്ങനെയാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ അവര് മുന്നേറി ഈ ലോകത്തെ കീഴ്മേൽ മറിച്ചത്. My beloved, let us take this Lord as our shepherd. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിനെ ഒരു ഇടയനായിട്ട് നമുക്ക് കാണാം. He is ready to take our uncertainty, the fear of uncertainty from us. അവന് നമ്മുടെ അനിശ്ചിതത്വത്തെ കുറിച്ചുള്ള ഭയം എടുത്തു കളയാനായിട്ട് നമ്മളോടൊപ്പമുള്ളവനാണ്. And he is ready to lead us, to make us pass through, he is ready to make us lie down in the green pasture and lead us through the beside the still water. അവൻ നമ്മളെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കടത്തുവാനും സ്വസ്ഥതയുള്ള ജലത്തിനരികത്തേക്ക് നടത്തുവാനും തയ്യാറുള്ളവനാണ്. Can we experience him so closely? ഇത്ര അടുത്ത് ഇരുന്ന് അവനെ അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? Can we just go to him and tell, Lord, this is my problem, this is where I am struggling in my life? പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കർത്താവിന്റെ അടുക്കിലേക്ക് വന്ന്, കർത്താവെ, ഇത് തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് ഏറ്റുപറയാൻ കഴിയുമോ? And he will give you the calmness. അവന് തീർച്ചയായിട്ടും നമുക്ക് ആ സൗമ്യത,
ആ ബലം നമുക്ക് തരിക തന്നെ ചെയ്യും. Because he has promised that you will lack nothing. Pardon? It is clear in the Psalm that we will lack nothing. കാരണം സങ്കീർത്തനങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്, നമുക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. Let us experience the Lord, the Christ. നമുക്ക് ആ യഹോവയെ അനുഭവിക്കാം. Let him be our shepherd in our life. നമ്മുടെ ജീവിതത്തിൽ അവൻ തന്നെ നമ്മളുടെ ഇടയനായിരിക്കട്ടെ. May his name be glorified. അവന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.